ഡ്രസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫ്ലൈൻ ഷോപ്പാണോ അതെയോ ഓൺലൈൻ ഷോപ്പാണോ നല്ലത്? തീർച്ചയായിട്ടും രണ്ടിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് കേട്ടോ. ഓൺലൈൻ ഷോപ്പ് ആണെങ്കിൽ നമുക്ക് ധാരാളം കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ നമുക്കൊരു ഓഫ്ലൈൻ ഷോപ്പും കൂടെ ഉണ്ടെങ്കിലോ അത് നമുക്ക് കുറച്ചുകൂടെ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോയൊക്കെ കാണിക്കുന്നതിനേക്കാളും പകരമായിട്ട് നമ്മളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ, ഷോപ്പിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ ധാരാളം കസ്റ്റമേഴ്സ് ഓൺലൈനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈനുള്ള ബിസിനസ്സാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഓഫ്ലൈനായിട്ട് ഒരു ഷോപ്പ് കൂടെ ഇടുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഷോപ്പ് ഇടുന്നതിന് വേണ്ടി നമുക്ക് ബഡ്ജറ്റൊക്കെ കുറച്ച് അധികം ആവും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഓഫ്ലൈൻ ഷോപ്പ് ചെറിയ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ട്രെയിനിങ് സെക്ഷനകത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഒരു സപ്പോർട്ട് ഡ്രസ് ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം. സ്ക്രീനിൽ നൽകിയിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കേട്ടോ.